തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. സൂപ്പർ മാർക്കറ്റുകളിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ്. പ്രവാസികളും സ്ത്രീകളുമാണ് കൂടുതലായും തട്ടിപ്പിന് ഇരയായത്. വളാഞ്ചേരിയിൽ ഒരാളിൽ നിന്ന് മാത്രം 9 ലക്ഷം രൂപ തട്ടിയെടുത്തു. ഇയാൾ നൽകിയ പരാതിയിലാണ് ഇന്നവിറ്റബിൾ മാർക്കറ്റിംഗ് കമ്പനിയുടെ തട്ടിപ്പ് പുറത്തുവന്നത്. സൂപ്പർ മാർക്കറ്റുകളിൽ മൂലധനമായി പണം നിക്ഷേപിച്ച് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. കർണാടക ആസ്ഥാനമായ ഇന്നവിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് നിക്ഷേപ തട്ടിപ്പ് നടന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം പലരിൽ നിന്നായി 100 കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് വിവരം. വളാഞ്ചേരി തൊഴുവാനൂർ സ്വദേശി അഷ്റഫിന്റെ പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തു. ഇടനിലക്കാരനും എടയൂർ സ്വദേശികളുമായ ഷറഫലി, നൌഷാദ് ബാബു എന്നിവരെയും ഇന്നവിറ്റബിൾ കമ്പനിയെയും പ്രതികളാക്കിയാണ് കേസെടുത്തത്. കർണാടകയിലെ ബൈദ്രഹള്ളിയിൽ ആരംഭിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം 25,000 രൂപ വരെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഷറഫലിയും നൌഷാദും ചേർന്ന് 2023 മുതൽ പലപ്പോഴായി 9 ലക്ഷം രൂപ വാങ്ങിയെടുക്കുകയും ലാഭവിഹിതം നൽകാതെ വഞ്ചിച്ചെന്നുമാണ് കേസ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു ലക്ഷത്തിന് 2,500 ഇടയ്ക്കുള്ള ഒരു സംഖ്യ അവർ തരും. ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു പർച്ചേസിങ് കൂപ്പണും തരും ഓരോ മാസവും. അപ്പോൾ അതിന് പർച്ചേസും ചെയ്യാം. പക്ഷെ ഞാനതിനൊന്നും നിന്നിട്ടില്ല. നമുക്ക് ആ കിട്ടുന്ന മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ വളരെ കുറച്ച് സംഖ്യ മാത്രം അവർ ഇതേമാതിരി ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ലാഭവിഹിതം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ തന്ന കോൺട്രാക്റ്റ് പേപ്പറാണ് ഇത്. വെറും ഒരു ലെറ്റർ പേഡ് മാലത്തെ ഒരു സാധനത്തിൽ സീലടിച്ച് തന്നതാണ്. അപ്പോഴേ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ അത്രേ ഉള്ളൂ എന്ന്. ഇതാണ് ഞങ്ങളെ കമ്പനി കൊടുക്കുന്നത്, അയച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഓക്കെ. പിന്നെ ഗൾഫുകാരാണ് കൂടുതലും അതിനകത്ത് ഉള്ളത്. ഗൾഫിൽ നിന്ന് തിരിച്ചു പോരുന്ന ആളുകളും മറ്റുമായിട്ടുള്ള ആളുകളാണ് കൂടുതലും അതിനകത്തുള്ളത്. അപ്പോൾ ഇല്ല, ഞങ്ങൾ ഈ ഇടനിലക്കാരെ അറിയുള്ളൂ. അവർ പറഞ്ഞ് ഞങ്ങളെ വിശ്വസിക്കാൻ പറ്റും, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഇതെല്ലാം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചേർന്നാൽ നിങ്ങൾക്കതൊരു നല്ലൊരു സാമ്പത്തികമായിട്ടൊരു, കാരണം കുറേ കാലം ഗൾഫിൽ നിന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റി, അപ്പോൾ പിന്നെ ഇവിടെ നാട്ടിൽ സെറ്റിലാവാൻ പറ്റിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് വോയിസുകളും വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായി. ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ, ഒരുപാട് മറ്റുള്ള കടകളും ഒക്കെ ആയിട്ട് ഇവരെ കമ്പനിക്ക് 10-24 കടകളുണ്ട് ഇപ്പോൾ ഓൾറെഡി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഓരോ 2 മാസം 3 മാസം കൂടുമ്പോൾ പറയും പുതിയ ഉദ്ഘാടനം ഉണ്ട്, അതിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഗുണമുണ്ട് ഇങ്ങനെ ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിലേക്ക് പ്രചോദനം നൽകിയിട്ട് കൊടുത്തതാണ്. പ്രവാസികളെ ലക്ഷ്യം വെച്ചാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചിരുന്നത്. പ്രവാസികളും സ്ത്രീകളുമാണ് തട്ടിപ്പിന് ഇരകളായവരിൽ അധികവുമെന്ന് പോലീസ് പറഞ്ഞു. കബളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലായപ്പോഴാണ് നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയത്. കിട്ടുന്നതൊക്കെ കൂട്ടുവെച്ച് ആകെയുള്ള സമ്പാദ്യമായിരുന്ന പണം നിക്ഷേപിച്ചവരും തട്ടിപ്പിനിരയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.